നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണെന്ന് ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ബഥനിയയിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. എല്ലാത്തിനും അവസാനം കുറിക്കുന്നൊരിടം, പക്ഷെ അതൊരു പുതിയ തുടക്കമാണ്. ജെറുസലേം പ്രവേശനം എല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് മനുഷ്യരെല്ലാം കരുതിയപ്പോൾ അതെല്ലാത്തിനും ഒരു തുടക്കമായിരുന്നു. ആ തുടക്കം മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു. അതേ കണക്കാണ് ഇപ്പോൾ യേശു വീണ്ടും ബഥനിയയിൽ വന്ന് നിൽക്കുന്നത്. ഈ നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കും വേദനയിൽ നിന്നും ആനന്ദത്തിലേക്കും സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്കുമുള്ള ഒരു യാത്രയാണ്. പിന്നീട് നമ്മുടെ പഴയ ഓർമ്മകളോ ദുഃഖങ്ങളോ ഒന്നും നമ്മൾ അലട്ടാൻ പാടില്ല. ഒരു ദിവ്യബലിക്ക് പങ്കെടുത്ത ശേഷം തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ആ ആശീർവാദം വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നീട് അത് നമ്മുടെ ഇല്ല. പിന്നീട് എല്ലാം വഹിക്കാൻ തക്ക വിധത്തിൽ അവൻ്റെ മുഖം വലുതാണെന്നൊരു ഓർമ്മയിൽ നമ്മളൊക്കെ പുറത്തു പോകണം. കുടുംബത്തിൻ്റെ ഭാരവും ജീവിതത്തിൻ്റെ വ്യഗ്രതകളും സങ്കടങ്ങളൊക്കെ നമ്മൾ അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ ആ ആശീർവാദം ലഭിച്ച് നമ്മൾ ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ച പോലെ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു സന്തോഷം കൂടുതൽ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നൽകും.